നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 26 ബുധനാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ തുടർച്ചയായ 7ാമത്തെ ദിവസവും നേട്ടം നിലനിർത്തിയിരിക്കുകയാണ് നിഫ്റ്റി. ഇന്നും നിഫ്റ്റിയിൽ 50 പോയിന്റ്സിന്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്ത ഇന്നുള്ളത് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ S&P 500 ഫിനാൻഷ്യൽ ഇയർ 2026 അവരുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 6.5% കുറച്ചിരിക്കുന്നു. മുൻപത് 6.7%. ട്രംപ് താരിഫുകൾ തന്നെയാണ് ഇപ്പോൾ വില്ലനായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട ഓഹരികളെല്ലാം ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓട്ടോ താരിഫുകൾ ഉടൻ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് തിങ്കളാഴ്ച സൂചിപ്പിച്ചെങ്കിലും എല്ലാ ആസൂത്രിത താരിഫുകളും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് നിർദ്ദേശവും നൽകിയിരിക്കുന്നു. US നിന്നും കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയാണ് ഇന്നലെ പുറത്തു വന്നത്. 12 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് മാർച്ച് മാസത്തെ ഡാറ്റ പുറത്തു വന്നത്. ഏതായാലും വിപണി പോസിറ്റീവിൽ തന്നെയായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ടെൻഷനായി നിലനിൽക്കുന്നത് ട്രംപിന്റെ താരിഫ് നയങ്ങൾ തന്നെയാണ്. ഇൻഫ്ലേഷൻ കൂടും, അതുവഴി എക്കണോമിക് ഗ്രോത്ത് കുറയും എന്നുള്ള ആശങ്കകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ US നിന്നും മൂഡീസ് റേറ്റിംഗ് ഏജൻസിയുടെ ഒരു അഭിപ്രായം പുറത്തു വന്നിരുന്നു. വർദ്ധിച്ചു വരുന്ന ബഡ്ജറ്റ് കമ്മിയും വർദ്ധിച്ചു വരുന്ന കടച്ചെലവും കാരണം US സാമ്പത്തിക ആരോഗ്യം വർഷങ്ങളോളം ദുർബലമാകുമെന്ന് മൂഡീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 1.29% ഉയർന്നു, വിപ്രോ 0.32% നേട്ടമുണ്ടാക്കി, ICICI ബാങ്ക് 0.51% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ റെഡ്ഡി 1.90% ഇടിയുകയുണ്ടായി. ഇന്നലത്തെ യൂറോപ്യൻ വിപണിയിലേക്ക് വന്നാൽ ഉയർന്നു തന്നെയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിറ്റ്കോയിൻ $87,000 പിന്നിട്ടിരിക്കുന്നു. സ്പോട്ട് ഗോൾഡ് 0.3% നേട്ടമുണ്ടാക്കി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് ഇന്നലെ 65,480 രൂപയായിരുന്നു. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും ഒരു മാസത്തേക്ക് 799 രൂപ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നല്ലൊരു അവസരമാണ്. എല്ലാവരും പരമാവധി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. കയറ്റുമതി സംരക്ഷിക്കാൻ ഇന്ത്യ താരിഫ് കുറച്ചേക്കും. കയറ്റുമതിയിൽ $66 ബില്യൺ വരാനിരിക്കുന്ന USന്റെ റെസിപ്രോക്കൽ താരിഫിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി US ഇറക്കുമതിയുടെ 55%, അതായത് $23 ബില്യൺ നികുതി കുറയ്ക്കുന്ന കാര്യം ഇന്ത്യ പരിഗണിക്കുന്നു. അതായത് റെസിപ്രോക്കൽ താരിഫ് വന്നു കഴിഞ്ഞാൽ ഏകദേശം $66 ബില്യൺ നഷ്ടമായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാവുക. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ US ഇറക്കുമതികൾക്ക് ഒരു ഇളവ് നൽകാൻ ഇന്ത്യ ആലോചിക്കുന്നത്. ഈ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ USലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയുടെ 87%യും ഈ റെസിപ്രോക്കൽ താരിഫ് ബാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. US പ്രസിഡന്റ് ബ്രണ്ടൻ ലിഡ്ജിന്റെ നേതൃത്വത്തിൽ വ്യാപാര ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ത്യ ഈടാക്കുന്ന താരിഫുകൾ ഉയർന്നതാണ് എന്ന് പലതവണ US പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്കെതിരായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു വാർത്ത ഒരു മിക്സഡ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. പോസിറ്റീവായിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഒരു എക്സ്പോർട്ട് ഡ്രൈവൺ സെക്ടേഴ്സ് ആയിട്ടുള്ള IT, ടെക്സ്റ്റൈൽസ്, ഫാർമ തുടങ്ങിയ സെക്ടറുകൾക്ക് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ചീപ്പായിട്ടുള്ള ഇമ്പോർട്ടുകൾ US നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണിത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം NCC ലിമിറ്റഡ്. കമ്പനിക്ക് മാർച്ച് 25-ന് BSNL നിന്ന് 2 അഡ്വാൻസ് വർക്ക് ഓർഡറുകൾ ലഭിച്ചതായി അറിയിച്ചു. മൊത്തം 10,804.56 കോടി രൂപയുടെ ഓർഡറുകളാണ് കമ്പനിക്ക് ലഭിച്ചത്. അടുത്ത് വെൽപ്സൺ എന്റർപ്രൈസസ് എന്ന കമ്പനിയുടെ സബ്സിഡറി ആയിട്ടുള്ള വെൽപ്സൺ മിഷിഗൺ എഞ്ചിനീയേഴ്സും ആരാധ്യ ആൻഡ് കമ്പനിയും ചേർന്ന് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് 328.12 കോടി രൂപയുടെ പുതിയൊരു കരാർ നേടി. അടുത്തതായി വാരി റിന്യൂവബിൾ ടെക്നോളജീസ് എന്ന കമ്പനിക്ക് 232.3 കോടി രൂപയുടെ പുതിയ ഒരു കരാർ ലഭിച്ചിരിക്കുന്നു. അടുത്ത് മാരുതി സുസുക്കിയുമായി ബന്ധപ്പെട്ട നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. കമ്പനിയുടെ പ്രഖ്യാപിത വരുമാനത്തിലേക്ക് 2,966 കോടി രൂപയുടെ നികുതി ടാക്സ് അഡീഷൻസ് വന്നിരിക്കുന്നു. മറ്റൊരു കമ്പനി മിൻറ്റ കോർപ്പറേഷനാണ്. ഫണ്ട് സ്വരൂപിക്കുന്നതിനായി മാർച്ച് 28-ന് ബോർഡ് യോഗം ചേരും. മറ്റൊരു കമ്പനി പ്രിസം ജോൺസൺ ആണ്. 416.73 ഹെക്ടറും 264.15 ഹെക്ടറും ഉൾക്കൊള്ളുന്ന 2 ബ്ലോക്കുകൾ ഖനന പാട്ടത്തിനായി മധ്യപ്രദേശ് സർക്കാർ കമ്പനിയെ തിരഞ്ഞെടുത്തു. അടുത്തത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ്.
കമ്പനിക്ക് 558.96 കോടി രൂപയുടെ പുതിയ ഒരു ടാക്സ് ഡിമാൻഡ് ഓർഡർ ലഭിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യമുള്ളത്, രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ ദിവസവും നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ വെറും ഒരു മാസത്തേക്ക് 799 രൂപ മാത്രമാണുള്ളത്. ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായി അറിഞ്ഞതിന് ശേഷം നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. വീണ്ടും സ്റ്റോക്ക് ന്യൂസിലേക്ക്. അശോക ബിൽഡ്കോൺ. അശോക കൺസഷൻസിന്റെയും അശോക ബിൽഡ്കോണിന്റെയും ഉടമസ്ഥതയിലുള്ള 11 റോഡ് പ്രൊജക്ടുകൾ 100% ഓഹരികൾ എപ്പിക് കൺസഷൻസ് 2 വാങ്ങുന്നതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി F&O സെഗ്മെന്റിൽ ബാനായ ഇന്നത്തെ സ്റ്റോക്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്. ഇന്ന് എക്സ് ഡിവിഡന്റ് ഡേറ്റ് ആയിട്ട് വരുന്ന കമ്പനി REC, TVS മോട്ടോർ കമ്പനി തുടങ്ങിയവയാണ്. അടുത്തത് ഇന്നലത്തെ FID ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെയും ബൈയിങ്ങിൽ തന്നെയായിരുന്നു. 5371 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്തത്. DIS ആവട്ടെ 2768 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തിരിക്കുന്നു. അതായത് വെറും 4 ദിവസം കൊണ്ട് മാത്രം 19,136 കോടി രൂപയുടെ വലിയൊരു ബൈയിങ് ആണ് അവർ കാഴ്ചവെച്ചത്. ഇന്നലെ US മാർക്കറ്റുകൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തതോടെ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.49% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.43% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,760 എന്ന നിലയിലാണ്. 81 പോയിന്റ്സ് അപ്സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 50 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. കരിങ്കടൽ, ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ ഉക്രൈനും റഷ്യയും ഉടമ്പടിക്ക് സമ്മതിച്ചതിനാൽ ഇന്നലെയും എണ്ണവില ഏറെക്കുറെ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $72.64 പെർ ബാരൽ എന്ന നിലയിൽ 0.12% നേട്ടത്തിലാണ്. WTI ഉള്ളത് $69.30 പെർ ബാരൽ എന്ന നിലയിൽ 0.43% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. ഇന്നലെ നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നല്ല തുടക്കം ലഭിച്ചെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ചെറിയ ഇടിവോട് കൂടിയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ നിഫ്റ്റി ഇന്നലെ ചെറിയൊരു പോസിറ്റിവിറ്റിയോട് കൂടിയാണ് ക്ലോസ് ചെയ്യുന്നത്. 23,669 ഒരു ചെറിയ പുൾ ബാക്കോട് കൂടി ക്ലോസ് ചെയ്യുന്നു. അതായത് തുടർച്ചയായ 7ാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നു. ഇനി ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് 23,750 മുതൽ 23,800 വരെയുള്ള ലെവൽ വളരെ ക്രൂഷ്യൽ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ സോണിന് മുകളിൽ പോയ നിഫ്റ്റി, അതായത് 23,870 വരെ എത്തിയ നിഫ്റ്റി ഒടുവിൽ റിവേഴ്സ് ചെയ്ത് ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 23,669 അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഒരു സോണിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു റിജക്ഷൻ നമുക്കുണ്ടായിട്ടുണ്ട്. ആ ഒരു സോൺ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഫെബ്രുവരി മാസത്തെ ഒരു സ്വിംഗ് ഹൈ ആയിട്ടുള്ള ഒരു സോൺ കൂടിയാണത്. ആ ഒരു സോണിൽ നിന്നാണ് നിഫ്റ്റി ഫെബ്രുവരി മാസത്തിൽ പിന്നീട് ഡൗൺ ആയത്. ഇനി ഡെയിലി ചാർട്ടിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിന് സമാനമായ ഒരു പാറ്റേണിലേക്ക് നിഫ്റ്റി വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ 100-200 ഡേ EMAകൾ ഡൗൺ സൈഡിലുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. 23,475 23,460 ലെവലുകളിലുമാണ് ഈ 100-200 ഡേ EMAകൾ ഉള്ളത്. ഇനി ഏതായാലും നിഫ്റ്റി കംഫർട്ടബിൾ ആയിട്ട് 23,800 ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബുള്ളിഷ്നെസ് നിഫ്റ്റിക്ക് വന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇനി നിഫ്റ്റിയുടെ ഇന്നലത്തെ കാൻഡിൽ നോക്കുകയാണെങ്കിലും ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന് ചെറിയ രീതിയിൽ സമാനമായ ഒരു കാൻഡിൽ ഫോം ആയിട്ടുണ്ട്. അതൊരു വീക്ക്നെസിന്റെ സൂചന തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000, അതിനുശേഷം 24,500 സ്ട്രൈക്ക്, അതിനുശേഷം 24,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000, അതിനുശേഷം 22,500 സ്ട്രൈക്ക്, അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 23,600 സ്ട്രൈക്കിൽ 14% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 17% വർധനവാണുള്ളത്, ഒരു ഷോർട്ട് ബിൽഡപ്പാണത്. 23,550 സ്ട്രൈക്കിൽ 10% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, 17% വർധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പുമാണ്. 23,650 സ്ട്രൈക്കിൽ 8% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 10% വർധനവുമാണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിന് കുറച്ച് ശക്തിയുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലേക്ക്.
51,607 97 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ തുടർച്ചയായ 9ാമത്തെ ദിവസവും ഹയർ ലോ ഫോർമേഷനാണ് ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി അപ്സൈഡിൽ ശ്രദ്ധിക്കേണ്ടത് 52,514 ഡൗൺ സൈഡിലേക്ക് വന്നാൽ 50,500 ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ ആവാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയിലെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് 53,000 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക്, അതിനുശേഷം 52,000 സ്ട്രൈക്ക്, അതിനുശേഷം 54,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 50,000 സ്ട്രൈക്ക്, അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ 2ാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. 13.79 0.68% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിപ്പോൾ ഇവിടെ OI ഡാറ്റയൊക്കെ അനലൈസ് ചെയ്തിരിക്കുന്നത് OI പൾസ് എന്ന സൈറ്റിലൂടെയാണ്. അപ്പോൾ ആർക്കെങ്കിലും അതിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈറ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഇനി ആർക്കെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുവഴി പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.